നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന കുറേ പഴങ്ങളുണ്ടല്ലേ. നമുക്ക് മാമ്പഴമായാലും കശുമാങ്ങയായാലും പേരയ്ക്കയായാലും ചാമ്പങ്ങയായാലും ഇതൊക്കെ നമ്മൾ തല്ലിപ്പറിച്ചും അങ്ങനെ കൂട്ടുകാർ കൂടി നല്ല നല്ല ഓർമ്മകൾ. അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഞാവൽപ്പഴം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ കഴിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് നല്ല നല്ല കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഞാവൽപ്പഴത്തിൻ്റെ ഒരു കുഞ്ഞൻ പഴത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ കിളിഞ്ഞാവലാണ് കേട്ടോ. കിളിഞ്ഞാവലെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മുടെ കിളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ കിളിഞ്ഞാവൽ എന്ന് പറയുന്നത്. ഈ പഴങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത് ഈ ചെടി വെച്ച് ഇതിൽ പഴങ്ങൾ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടുകൾ നല്ല കുഞ്ഞു കുഞ്ഞു കിളികൾ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി രാവിലെ സമയങ്ങളിലൊക്കെ ഇത് കഴിക്കാൻ വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടോ. ഇതിനകത്ത് നിറയെ പഴങ്ങൾ കിടപ്പുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മളിത് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ഈ ഫ്രൂട്ട്സിനുണ്ട്. നമ്മുടെ ഈ കിളിഞ്ഞാവലുണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്നത് ഒരു ഉദ്യാന സസ്യമായിട്ടും കൂടെ വയ്ക്കാൻ പറ്റും. കാരണം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ അങ്ങ് പൊക്കോളും. ഒരു 4 മീറ്റർ 4.5 മീറ്റർ വരെയൊക്കെ ആയിരിക്കും അത് ഉയരം വയ്ക്കുന്നത്. അത് ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ തടിയിൽ അങ്ങ് പൊക്കോളും. പിന്നെ ചെറിയ ശാഖകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും അതിൽ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പല കളറിൽ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, അങ്ങനെ പല കളറിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു കാഴ്ചയല്ലേ. അർഡീസിയ എലിപ്റ്റിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പിന്നെ നമ്മളിത് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്കും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഞാവൽപ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ആ ഞാവൽപ്പഴത്തിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതിനകത്ത് പൾപ്പ് വളരെ കുറവായിരിക്കും, കുഞ്ഞു കായാണ്. അതിനകത്ത് ഒരു വിത്തായിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ്. നമ്മളത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം, ചെറിയ പുളിയും മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണിത്. അപ്പോൾ ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ വിറ്റാമിൻ സി അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. പിന്നെ ഫൈബർ കണ്ടൻറ്റും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടായാലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു കുഞ്ഞു ചെടി വാങ്ങിച്ച് വയ്ക്കുക കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ അളവിലുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇത് കണ്ടില്ലേ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നിറയെ കായ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാരണം ഒരുമിച്ച് പഴുക്കത്തില്ല, കുറച്ചായിട്ടായിരിക്കും പഴുക്കുന്നത്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചവർപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു ഫ്രൂട്ട്സാണിത്. നമുക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു 2 വർഷം മുതൽ 4 വർഷം വരെ സമയത്തിനുള്ളിൽ ഇത് പൂർണ്ണ വളർച്ചയെത്തും. ഏകദേശം 400ഓളം വിത്തുകൾ ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിത് കിളിഞ്ഞാവലായതുകൊണ്ട് തന്നെ കിളികൾ ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ഷനും വലിയ പ്രശ്നമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷനും നന്നായിട്ട് നടക്കും. നമ്മളിത് ഷുഗറുകാർ കഴിക്കുമെങ്കിലും നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിലും പല അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഈ ഒരു ഫ്രൂട്ട്സ്, ഇതിൻ്റെ ഇലകൾ, ഇതിൻ്റെ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. കാരണം മലേഷ്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വേദനകൾക്ക്, കാരണം നെഞ്ചുവേദന ഇങ്ങനെയുള്ള വേദനകൾക്ക് ഇതിൻ്റെ ഇലകൾ കഷായം വെച്ച് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ചെടിയിലെ ഇലകളിൽ ഉണ്ടാകുന്ന ഒരു സംയുക്തം നെഞ്ചിൽ നമ്മുടെ രക്തത്തിനെ കട്ട പിടിപ്പിക്കാനുള്ള കഴിവില്ലാണ്ടാക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ തായ്ലൻഡിലാണെങ്കിലുണ്ടല്ലോ, നമ്മൾ പനിയൊക്കെ കൂടിയിട്ട് ചിലർക്ക് വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ലേ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് അവിടുത്തുകാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടങ്ങളിലുള്ളവർ വിരശല്യം ഉണ്ടാവും, കുടൽ വിരശല്യം, അങ്ങനെയുള്ള വിരശല്യത്തിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിലോ ഷുഗറിനായിട്ടും ഇതിൻ്റെ കായ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കായുടെ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കറക്റ്റായിട്ട് പഴുത്തിട്ടുള്ള കായ. ഇത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് പച്ചക്കായാണ്. ഇതിന് ഭയങ്കര കവർപ്പായിരിക്കും. ഇത് ആണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള കായ. ഈ കാതെ നിൽക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഞാവൽപ്പഴം എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെയാണ് അതിൻ്റെ അകം ഉള്ള ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഞാവൽപ്പഴം പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി മധുരം ഉണ്ടാവും. ഇതിന് കുറച്ചും കൂടി മധുരം കുറവാണ്. ചെറിയൊരു ചവർപ്പും ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും കൂടിയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് പൾപ്പും വളരെ കുറവാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറുകാർക്കൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ പല രാജ്യങ്ങളിലും പല ഉപയോഗത്തിനായിട്ട് ഈ ഒരു ചെറിയ പഴം, അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കിളികൾക്ക് മാത്രമല്ല, നമ്മൾ മനുഷ്യർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ കിളിഞ്ഞാവൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.